ഹലോ ഗൈസ്, അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുണ്ടെങ്കിൽ പപ്പയ്ക്ക് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടിയാണ്. ഒരു റേബാൻ മെറ്റ ഗ്ലാസ്. തെറാപ്പിയൊക്കെ കഴിഞ്ഞു. നമ്മൾ തെറാപ്പി കഴിഞ്ഞ് എന്തായാലും ഇപ്പം നമ്മൾ പോവാം. അപ്പം നമുക്ക് ഇനി എന്തായാലും 2 ഗൂഗിൾ ഐസൊക്കെ മേടിച്ചിട്ട് പോയേക്കാം. അപ്പം എന്തായാലും ഐസ്ക്രീമൊക്കെ മേടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും സ്റ്റുട്ട്ഗർട്ടിലേക്ക് വിടാം. ഞാനിവിടെ ശരിക്കും എല്ലായിടത്തും നോക്കിയായിരുന്നു ഈ സംഭവം കിട്ടുമെന്ന് അറിയാൻ വേണ്ടി. മീൻസ് എല്ലാം ഓൺലൈൻ വെബ്സൈറ്റ് എല്ലായിടത്തും വിളിച്ചൊക്കെ ചോദിച്ചു. പക്ഷേ ഈ റേബാൻ മെറ്റാ ഗ്ലാസ് എന്ന സംഭവം കുറേ സ്ഥലത്ത് സ്റ്റോക്കില്ല, കുറേ സ്ഥലത്ത് ഇല്ല. അങ്ങനെ ഞാൻ നോക്കി വന്നപ്പോഴാണ് സ്റ്റുട്ട്ഗർട്ടിൽ കണ്ടത്. പപ്പയുടെ ബർത്ത്ഡേ ശരിക്കും നാളെയാണ്. അപ്പം അതിനുവേണ്ടി നമ്മൾ ഗിഫ്റ്റ് മേടിക്കുന്നത്. അപ്പം എനിക്ക് നാളെ എക്സാമും ഉണ്ട്. പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ ഇനി ഇവിടെയും കൂടെ പോകണം. എങ്ങനെയെങ്കിലും പോകുന്ന വഴിക്ക് പഠിച്ചുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഇവിടെ നിന്ന് ഇനി പെട്ടെന്ന് തന്നെ റെയിൽവേ സ്റ്റേഷനിൽ എത്തണം. എന്നിട്ട് അവിടെ നിന്ന് വേണം നമുക്ക് ഇനി പോകാൻ. പെട്ടെന്ന് തന്നെ നമ്മൾ സ്റ്റുട്ട്ഗർട്ടിലെത്തുന്നു. അവിടെ നമ്മൾ റേബാൻ എടുക്കുന്നു. എന്നിട്ട് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലെത്തുകയും ചെയ്യണം. ഞാൻ ക്രാങ്ക് ജിംനാസ്റ്റിക്കിന് പോകാൻ വേണ്ടി ഇറങ്ങിയത് എൻ്റെ തെറാപ്പിയെ. നമ്മൾ എന്തായാലും ഇവിടെ ഒപ്റ്റിക്ക് കയറിയിട്ടുണ്ട്, അപ്പോൾ ഒപ്റ്റിക്കിൽ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. നമുക്ക് ചോദിച്ചു നോക്കി. ഇവിടെ ഉണ്ടാകാൻ ചാൻസ് കുറവാണ്. എന്നാലും നമുക്ക് ചോദിച്ചു നോക്കാം. അവിടെ റേബാനിനൊക്കെ കുറേ സാധനമുണ്ട്. ഇതാണ് ചാൻസ് കൂടുതലും. പക്ഷേ ഇതിൻ്റെ ആണെന്ന് നമുക്ക് ചോദിച്ചു നോക്കാം. ചിലപ്പോൾ അതിൻ്റെ വേറെ ഒരു ചാൻസ് ഉണ്ട്. ഇത് വേറെ മോഡലാവാനും. അപ്പം ചിലപ്പം ട്രെയിൻ മിസ്സാവാൻ ചാൻസ് ഉള്ളതുകൊണ്ട് നമ്മളിപ്പോൾ എന്തായാലും നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ഇച്ചിരി ദൂരമുണ്ട്, 18 മിനിറ്റ് ഉണ്ട്. കാലിൽ വയ്യത്തിന് അത്ര സ്പീഡിൽ ഓടാനൊന്നും പറ്റിയില്ല. അതുകൊണ്ട് മാക്സിമം പെട്ടെന്ന് നടന്ന് അവിടെ എത്താൻ നോക്കുക. ഞാനിപ്പം കുറേ സ്ഥലത്ത് വിളിച്ചായിരുന്നു. അപ്പോൾ അവർ നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇതെവിടെ ഉള്ളതെന്ന് റേബാൻ മെറ്റാ ഗ്ലാസ് സ്റ്റുട്ട്ഗർട്ടിൽ ശരിക്കും ഫയർബാഹിലുണ്ടെന്ന് ഞാൻ കേട്ടത്. അപ്പോൾ അവിടെ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇരുന്നത്. ഞാൻ അവിടെ എല്ലാവരും വിളിച്ച് ചോദിച്ചായിരുന്നു. അപ്പോഴാണ് ഇവർ പറഞ്ഞത് ഞാൻ അപ്പോൾ ഒപ്റ്റിക്കിൽ വന്നു. ശരിക്കുള്ള ബ്രില്യം കട അവിടെ ശരിക്കും പറഞ്ഞാൽ റേബാൻ്റെ തന്നെ ഒരു കടയുണ്ട്. അവിടെ എന്തായാലും ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ എന്തായാലും സ്റ്റുട്ട്ഗർട്ട് വെച്ച് പിടിക്കുക എന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വിളിച്ചിട്ട് പറയുകയാണ് കൾച്ചറൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ഇറങ്ങിയാൽ പോരെ. ട്രെയിനിൽ കയറിയിട്ടുണ്ട്. ഇനി എന്തായാലും സ്റ്റുട്ട്ഗർട്ടിലേക്ക് പോവാം. കൾച്ചറിൽ നിന്ന് കയറി നമ്മളെന്തായാലും ഇവിടെ സ്റ്റുട്ട്ഗർട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും റേബാൻ്റെ ഷോപ്പിലേക്ക് പോകാം. റേബാൻ്റെ നമ്മൾ നേരെ അവരുടെ ഷോപ്പിൽ തന്നെ പോയാണ് എടുക്കുന്നത്. ഇവിടെ എന്തായാലും എപ്പോഴും എന്തെങ്കിലും ഒരു പണി കാണും. മൊത്തം ബവാബായിട്ടായിരിക്കും ഇവിടെ. അപ്പോൾ എന്തായാലും നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് നമ്മൾ മെട്രോ പിടിക്കണം എന്തായാലും അടിയിലേക്ക് പോകണമെങ്കിൽ. പിന്നെ ആണെങ്കിൽ നമ്മൾ ജസ്റ്റ് മെട്രോയിൽ കയറിയിട്ട് ഒരു 6 മിനിറ്റ്സ് ട്രാവൽ മാത്രമേ ഉള്ളൂ നമ്മൾ ഡയറക്റ്റ് അവിടെ എത്താൻ വേണ്ടി. അപ്പുറത്തേക്ക് എത്തണം. എൻ്റെ ഇവന്മാരെന്ന് ഡ്രിഫ്റ്റ് ചെയ്യുന്നു ഇവിടെ കിടന്നുണ്ട്. എന്ത് ഡേഞ്ചറസ് എന്ന് പറയും. ഇവന്മാരൊക്കെ റെഡ് ലൈറ്റാണ് പോലും കാണാൻ നടക്കുന്നത്. അങ്ങനെ നമുക്കെത്തിൻ്റെ അർണുൽഫ് പ്ലാറ്റ്സിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. അർണുൽഫ് പ്ലാറ്റ്സ് നമ്മളിപ്പോൾ ഇതെങ്ങനെയൊക്കെ കണ്ടുപിടിച്ചാൽ ഇവിടെ നിന്നായിരുന്നു അടിയിലേക്ക് ഇറങ്ങേണ്ടത്, ഊബാനിലേക്ക്. അപ്പം അങ്ങനെ കണ്ടുപിടിച്ചാൽ താഴേക്ക് പോകാം. ഇതിൻ്റെ ഇടയിൽ ഇടയിലുള്ള ഈ അപ്സ്റ്റാനുണ്ട്. അപ്പോൾ നമ്മുടെ കാലിൻ്റെ ഇടയിൽ പോയിരിക്കും സൂക്ഷിക്കും. ഇവിടെ ഒന്ന് ഇറങ്ങി ഓൾറെഡി. ക്രൗഡഡ് ഇവിടെ കാൽസറ പോലെ, പക്ഷെ കാൽസറേക്കാളും കൂടുതൽ ക്രൗഡാണെന്ന് തോന്നുന്നു. സ്റ്റുട്ട്ഗർട്ടിൻ്റെ ഈ ഭാഗങ്ങൾ ആൾറെഡി ചെസ്സ് കളിക്കുകയാണ്. എന്തായാലും നല്ലതായിട്ട് കളിക്കുന്നത് വലിയൊരു പക്ഷെ ഒന്ന് കളിച്ചു നോക്കായിരുന്നു. പക്ഷെ ആളെ നല്ല കളിക്കാരനായിരിക്കും. ഇവിടെ എത്തിയിട്ടുണ്ട്. പറഞ്ഞത് റേബാനിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഷോറൂമിൽ നിന്ന് പപ്പയ്ക്ക് ഒരു അടിപൊളി റേബാൻ മെറ്റയുടെ ഗ്ലാസ് എടുക്കണം. എന്നൊക്കെ അതെടുക്കാം. ഗ്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അടിപൊളി നല്ല മ്യൂസിക് ഒക്കെ കേൾക്കാൻ പറ്റുന്നുണ്ട് ഇവിടെ. ഇതാണ് മെറ്റയുടെ ഗ്ലാസ് വരുന്നത്.
ഇതിൻ്റെ അടിയിലാണ് സ്പീക്കേഴ്സും എല്ലാം വരുന്നത്. നമ്മൾ ഇതുണ്ടോ, നമുക്ക് വേണ്ടി യൂസ് ചെയ്ത് നോക്കാം. പല തരമുണ്ട്. ഇവിടെ നിങ്ങൾ വരുവാണെങ്കിൽ തന്നെ റീബാൻഡിൽ തന്നെ വന്ന് മേടിക്കുന്നതാണ് എൻ്റെ എംഫിയലിങ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് ഒന്ന് വെച്ച് നോക്കിയേക്കാം. ഇതിലെ വീഡിയോ ആണ് ഇപ്പോൾ റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു ഗോപ്രോ എഫക്റ്റാണ് എനിക്ക് തോന്നിയത് ഇത് കണ്ടിട്ട്. ശരിക്കും ഒരു ഗോപ്രോ പോകുന്ന പോലെ, ലൈക്ക് അതിൻ്റെ വീഡിയോ ഒക്കെ റെക്കോർഡാവുന്ന ആ ഒരു സ്റ്റൈലും എല്ലാം കണ്ടിട്ട് അതിന് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു. ഇതെനിക്ക് അവിടുത്തെ ആ കണ്ണാടി വെച്ചപ്പോൾ തന്നെ ഞാൻ ചെയ്തൊരു സംഭവമാണ്. റീബാൻഡ് മെറ്റാ ഗ്ലാസ് വെച്ച് നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാം, ഫോട്ടോസ് എടുക്കാം. ഇതാത് വീഡിയോ എടുക്കുന്ന ഫീച്ചേഴ്സാണ്. ഞാനിപ്പോൾ കണ്ണാടിക്കോടെയാണ് ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്തൊരു വീഡിയോ ആയിരുന്നു ഇത്. നല്ല രീതിയിലുള്ളൊരു ക്വാളിറ്റി ഉള്ളൊരു വീഡിയോ ആയിരുന്നു ഇത്. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടായിരുന്നു ഇതിൻ്റെ വീഡിയോ ക്വാളിറ്റിയും ഇതിൻ്റെ കുറേ ഫീച്ചേഴ്സും എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. ഇത് ആ ഗ്ലാസും വെച്ചെടുത്ത് 2 ഫോട്ടോസാണ്. നല്ലൊരു ക്വാളിറ്റി ഉണ്ടായിരുന്നു. Das ist jetzt ein Geschenk für deinen Vater oder Ja, ist das ja. Gut. Dann viel Spaß beim Verschenken. Vielen Ich hoffe, Dank. alles funktioniert. Vielen Dank. Tschüss, schönen Tag noch. അപ്പം നമുക്ക് നമ്മുടെ ബ്രില്ല് കിട്ടിയിട്ടുണ്ട്. അപ്പം ലെറ്റ്സ് ഗോ. മേടിച്ചപ്പോൾ സന്തോഷം. റീബാൻ മെറ്റാണ് സ്റ്റോറ്. അപ്പോൾ ഇത് മേടിച്ചു. ഇനി എന്തായാലും നമ്മൾ നിൽക്കുന്നത് പറഞ്ഞാൽ ഷുട്ട്ഗട്ടിലുള്ളതാണ്. നമുക്ക് ഈ ഷുട്ട്ഗട്ടിന് തിരിച്ചു വിടണം. ഏകദേശം 1.5 മണിക്കൂർ എങ്ങാണ്ടുണ്ട്. എന്തായാലും ഇത് മേടിച്ചതിൽ നല്ല സന്തോഷമുണ്ട്. റീബാൻ്റെ മെറ്റാ ഗ്ലാസ് എന്തായാലും പപ്പയ്ക്ക് മേടിച്ച് കൊടുക്കുവാണെങ്കിൽ എനിക്കും കൂടെ ഉപയോഗിക്കാമല്ലോ. അതുകൊണ്ട് എനിക്ക് നല്ല സന്തോഷമുണ്ട് ഇത് മേടിച്ച് കൊടുക്കുന്നതിൽ. നമ്മുടെ റീബാൻ്റെ മെറ്റാ ഗ്ലാസ് എല്ലാത്തുണ്ട്. പപ്പയ്ക്ക് കൊടുത്തിട്ട് ഇത് തുറക്കുന്ന വീഡിയോ ഇടുന്നതാണ്. അവർ പിന്നെ ഇതിൻ്റെ ഒരു സ്പ്രേ ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ എക്സ്ട്രാ മേടിക്കാൻ പറ്റുമായിരുന്നു. പിന്നെ ഗ്യാരൻറ്റി 2 വർഷം ഗ്യാരൻറ്റിയാണെന്ന് തോന്നുന്നു ഇതിന്. പക്ഷെ നമുക്ക് റിട്ടേൺ പാടില്ല. അപ്പോൾ അവരാണെങ്കിൽ എന്നെ ഒരു വലിയത് കാണിച്ചു തന്നു. അവർ പറഞ്ഞു കുഞ്ഞാക്കി ഏറ്റവും നല്ലത്, ബിക്കോസ് വലുത് ചിലപ്പം ഇടയ്ക്ക് നമ്മൾ അവിടെ വേറെ ആൻറ്റിയും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആൻറ്റി എന്നോട് പറഞ്ഞു ചിലപ്പോൾ അത് ചാടിപ്പോകാൻ നല്ല ചാൻസ് ഉണ്ട്, മീൻസ് ലൂസാണെങ്കിൽ ഇറങ്ങിപ്പോകാൻ നല്ല ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നീ ആ കുഞ്ഞിത് എടുക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ പറഞ്ഞു പപ്പയ്ക്കാന്ന് പറഞ്ഞപ്പോഴും അവർ പറഞ്ഞു അത് കുഴപ്പമില്ല, നീ ഇത് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് എന്നോട് പറഞ്ഞു. അപ്പം അങ്ങനെ കുറേ അഡ്വൈസൊക്കെ കിട്ടിയോണ്ട് നല്ലൊരെണ്ണം എടുത്തു. വേഫാൻ്റെ ബ്ലാക്ക് എടുത്തു. എന്തായാലും പപ്പയ്ക്ക് ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നു. ഇവിടുന്ന് പുറത്തിറങ്ങാനും ഒരുപാട് പണിയാണ്. വലിയ പാടൊന്നുമില്ല. ഇത് ഇനി എങ്ങോട്ടാണോ അപ്പോൾ കൊണ്ടിറക്കാൻ പോകുന്നത്? എന്തെങ്കിലും ആവട്ടെ, ഇവിടെ കയറി നിൽക്കുക. എന്തായാലും ഇത് മേടിച്ചിട്ടുണ്ട്. ഞാനാണെങ്കിൽ ഇതിൻ്റെ വീഡിയോസ് എല്ലാം നോക്കിയായിരുന്നു. നല്ലൊരു ഗോപ്രോയെ എടുത്ത വിഷ്വൽസ് പോലെയാണുള്ളത്. അതേസമയം നമ്മളിപ്പം ഗേൾസ് പാർക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ ടാക്സി പിടിക്കും. ടാക്സി അവിടെ വെയിറ്റ് ചെയ്ത് നടക്കുന്നു. ടാക്സി അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ടാക്സി കയറി വീട്ടിൽ. അപ്പോൾ എന്തായാലും ടാക്സി കയറിയിട്ട് പിന്നെ എന്തായാലും നമുക്ക് വീട്ടിൽ പോകാം.